6 myths about power banks. പവർ ബാങ്കുകളെക്കുറിച്ചുള്ള 6 മിഥ്യാധാരണകൾ. നമ്മുടെ പ്രിയപ്പെട്ട ചാർജിംഗ് ഉപകരണങ്ങളെക്കുറിച്ച് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇല്ലാതാക്കുന്നു. നിങ്ങളുടെ ഉപകരണങ്ങൾ എല്ലായ്പ്പോഴും പൂർണ്ണമായും ചാർജ് ചെയ്തിട്ടുണ്ടെന്നും ഉപയോഗിക്കാൻ തയ്യാറാണെന്നും ഉറപ്പാക്കാൻ കഴിയുന്ന അവിശ്വസനീയമാംവിധം സഹായകരമായ ഉപകരണങ്ങളാണ് പവർ ബാങ്കുകൾ. എന്നാൽ ചില സാങ്കേതിക വിദഗ്ധർക്ക് ഇപ്പോഴും പവർ ബാങ്കുകളെക്കുറിച്ച് തെറ്റായ ധാരണയുണ്ട്. അത് അവരെ അവയുടെ ഗുണങ്ങൾ ആസ്വദിക്കുന്നതിൽ നിന്ന് തടയുന്നു. ഈ ആളുകളെ 21-ാം നൂറ്റാണ്ടിലേക്ക് കടക്കാൻ സഹായിക്കുന്നതിന് ഈ ലേഖനം പവർ ബാങ്കുകളെക്കുറിച്ചുള്ള 6 വ്യത്യസ്ത മിഥ്യാധാരണകൾ പരിശോധിക്കുകയും അവയെ എന്നേക്കുമായി തകർക്കുകയും ചെയ്യും. 1. റീചാർജ് ചെയ്യാൻ വളരെയധികം സമയമെടുക്കുന്നതിനാൽ അവ അടിസ്ഥാനപരമായി ഉപയോഗശൂന്യമാണ്. ചിലത് ചാർജ് ചെയ്യാൻ കൂടുതൽ സമയമെടുക്കുമെങ്കിലും പ്രാഥമികമായി വലിയ ശേഷിയുള്ള ബാങ്കുകൾ അല്ലെങ്കിൽ 1 ആംപിയർ ഇൻപുട്ട് ഉള്ളവ മിക്കതും 6 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും റീചാർജ് ചെയ്യാൻ കഴിയും. എന്നിരുന്നാലും നിങ്ങളുടെ പവർ ബാങ്ക് കഴിയുന്നത്ര വേഗത്തിൽ റീചാർജ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന 2 വ്യത്യസ്ത ഇൻപുട്ട് രീതികളുണ്ട്. 2 ആംപിയർ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഇൻപുട്ട് USB ടൈപ്പ് C 2 കണക്ഷൻ രീതികളും വേഗതയേറിയ റീചാർജ് വാഗ്ദാനം ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് കുറച്ച് മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും റീചാർജ് ചെയ്യാൻ കഴിയും. 2. പവർ ബാങ്ക് ഉപയോഗിക്കുന്നത് എന്റെ ഫോണിന് കേടുവരുത്തും. പവർ ബാങ്ക് ഉപയോഗിക്കുമ്പോൾ മിക്ക ആളുകൾക്കുമുള്ള ഏറ്റവും വലിയ ആശങ്കകളിൽ ഒന്നാണിത്. എന്നിരുന്നാലും ഒരു പവർ ബാങ്ക് ഒരു ഫോണിന് കേടുവരുത്തുമോ എന്നതിനുള്ള ഉത്തരം ഒരുപക്ഷേ. നോക്കൂ, നിങ്ങൾ ഒരു സാങ്കല്പികമോ വിലകുറഞ്ഞതോ ആയ പവർ ബാങ്ക് വാങ്ങുകയാണെങ്കിൽ അത് തെറ്റായ വോൾട്ടേജ് നൽകാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ഉപകരണത്തിന് കേടുവരുത്തും. എന്നിരുന്നാലും നിങ്ങൾ ഒരു വിശ്വസനീയ ഉറവിടത്തിൽ നിന്ന് ഒരു പവർ ബാങ്ക് വാങ്ങുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഉപകരണത്തിന് കേടുവരുത്തില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അവയ്ക്ക് ശരിയായ വോൾട്ടേജ് ഉണ്ടായിരിക്കുക മാത്രമല്ല, ഓവർചാർജ് സംരക്ഷണം, ഓവർഹീറ്റിംഗ് സംരക്ഷണം തുടങ്ങിയ മറ്റ് സംരക്ഷണങ്ങളും അവയുമായി വരും. 3. അവ മരിക്കുന്നതിനു മുമ്പ് ഒരു ചെറിയ കാലയളവ് മാത്രമേ പ്രവർത്തിക്കൂ. പവർ ബാങ്കുകൾ കുറച്ചു തവണ മാത്രമേ പ്രവർത്തിക്കൂ. തുടർന്ന് കാര്യക്ഷമത നഷ്ടപ്പെടുകയോ പൂർണ്ണമായും നിർത്തുകയോ ചെയ്യുമെന്ന് ചിലർ തെറ്റായി വിശ്വസിക്കുന്നു. eBayയിൽ വില കുറഞ്ഞ ഒരു പവർ ബാങ്കിന് അങ്ങനെയായിരിക്കാം. പക്ഷേ ഗുണനിലവാരമുള്ള ഒരു പവർ ബാങ്കിന് അത് അനുയോജ്യമല്ല. ശരിയായ പവർ ബാങ്ക് വാങ്ങുമ്പോൾ കാര്യക്ഷമത നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവ 100 കണക്കിന് തവണ ചാർജ് ചെയ്യാനും ഉപയോഗിക്കാനും കഴിയുമെന്ന് നിങ്ങൾ കണ്ടെത്തും. ഇതിനർത്ഥം അവ സങ്കൽപ്പിക്കാവുന്നത്ര വർഷങ്ങൾ നിലനിൽക്കുകയും മാറ്റിസ്ഥാപിക്കേണ്ടിവരികയും ചെയ്യും. തീർച്ചയായും തേയ്മാനം പോലുള്ള മറ്റു ഘടകങ്ങളും ഒരു പങ്കു വഹിക്കുന്നു. 4. പവർ ബാങ്കുകൾ പൊട്ടിത്തെറിക്കും. വീണ്ടും നമ്മുടെ രണ്ടാമത്തെ മിഥ്യയ്ക്ക് സമാനമായി പവർ ബാങ്കുകളെക്കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്നാണ് ഇത് പ്രധാനമായും ഉണ്ടാകുന്ന ഒരു ആശങ്ക. പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ബാങ്കുകൾ വളരെ വിലകുറഞ്ഞതും ഗുണനിലവാരം കുറഞ്ഞതുമായ ബാങ്കുകളോ അല്ലെങ്കിൽ ഗുരുതരമായി കൈകാര്യം ചെയ്യാത്ത ബാങ്കുകളോ മാത്രമാണ്. നിങ്ങൾ ഒരു വിശ്വസനീയമായ ഉറവിടത്തിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ പവർ ബാങ്ക് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മുൻകൂട്ടി ഓൺലൈനിൽ അവലോകനങ്ങൾ തേടുകയും നിങ്ങൾ വാങ്ങുന്ന ബാങ്ക് കുറച്ച് ധൈര്യശാലികൾ പരീക്ഷിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. 5. പവർ ബാങ്കുകൾ വിമാനങ്ങളിൽ കൊണ്ടുപോകാൻ പാടില്ല. ഇതൊരു മിഥ്യയാണ്. അതിൽ ചില സത്യങ്ങളുണ്ട്, പക്ഷേ പൂർണ്ണമായും ശരിയല്ല. മിക്ക പവർ ബാങ്കുകളും വിമാനങ്ങളിൽ കൊണ്ടുപോകാൻ കഴിയുമെങ്കിലും ചില മുന്നറിയിപ്പുകളുണ്ട്. ലിഥിയം അയൺ ബാറ്ററികൾ ഉപയോഗിക്കുന്ന പവർ ബാങ്കുകൾ നിങ്ങളുടെ ക്യാരി ഓണിൽ മാത്രമേ സൂക്ഷിക്കാൻ കഴിയൂ. കൂടാതെ ഒരു ബാറ്ററിക്ക് കൂടുതലുള്ള ഏതൊരു പവർ ബാങ്കും ഒരു എയർലൈനിൽ നിന്ന് മുൻകൂർ അനുമതി ലഭിച്ചില്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടുന്നു. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ പവർ ബാങ്കുകൾ മുൻകൂട്ടി പരിശോധിച്ച് അത് നിങ്ങളോടൊപ്പമോ നിങ്ങളുടെ ക്യാരി ഓൺ ബാഗിലോ സൂക്ഷിക്കുന്നിടത്തോളം നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകരുത്. 6. ചാർജിംഗ് സാങ്കേതികവിദ്യയിലെ പുരോഗതി പവർ ബാങ്കുകളെ കാലഹരണപ്പെടുത്തും. സമീപ വർഷങ്ങളിൽ വയർലെസ് ചാർജിംഗ് അല്പം വർദ്ധിച്ചുവരുന്നതിനാൽ ചാർജിംഗ് പുരോഗതി പവർ ബാങ്കുകളെ കാലഹരണപ്പെടുത്തുമെന്ന് പലരും ആശങ്കാകുലരാണ്. ഇതിൽ ചില സത്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴും അതിൽ നിന്ന് വർഷങ്ങൾ അകലെയാണ്. ഇന്ന് പവർ ബാങ്ക് വ്യവസായം വളരുകയാണ്. കൂടാതെ പവർ ബാങ്കുകളുടെ വില എത്ര താങ്ങാനാവുന്നതായതിനാൽ മറ്റ് ചാർജിംഗ് സാങ്കേതികവിദ്യകൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് അതിന്റെ ഗുണങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് ഒന്ന് വാങ്ങുന്നതാണ് നല്ലത്. പവർ ബാങ്കുകളെക്കുറിച്ച് ആളുകൾക്കുള്ള ചില സാധാരണ മിഥ്യാധാരണകളും ചിന്തകളും ഇല്ലാതാക്കാൻ ഈ വീഡിയോ സഹായിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഒരു ഗുണനിലവാരമുള്ള ദാതാവിൽ നിന്ന് ഒരു ഗുണനിലവാരമുള്ള പവർ ബാങ്ക് വാങ്ങുന്നിടത്തോളം
നിങ്ങളുടെ ഉൽപ്പന്നം ബഹുമാനത്തോടെ പരിഗണിക്കപ്പെടുന്നിടത്തോളം അവിശ്വസനീയമാംവിധം നന്നായി പ്രവർത്തിക്കും